നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രിയ വർത്തമാനം വളരെ പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്നൊരു വാർത്തയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന വാർത്ത നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും വാർത്തയാണെങ്കിൽ അത് വലിയ ആഘോഷമായിരിക്കും. മോദിക്ക് അനുകൂലമായി ഇന്ന് ലോകത്തെ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പുറത്ത്, ലോകത്തിലെ എല്ലാ പത്രങ്ങളിലും ഒന്നാം പുറത്ത് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നൊരു വാർത്ത. ആ വാർത്ത ഇന്ത്യയിലെ പത്രങ്ങൾ, ഇന്ത്യയിലെ ചാനലുകൾ മുക്കിയിരിക്കുന്നു. അതായത് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള നേതാവ് ആരാണ് എന്ന് ഒരു അമേരിക്കൻ കമ്പനി സർവേ നടത്തി. മോർണിംഗ് കൺസൾട്ട് സർവേ എന്ന് പറയുന്ന ഒരു സർവേ ലോകരാജ്യങ്ങളിൽ നടത്തിയ ഒരു സർവേയുടെ ഫലം വന്നിരിക്കുന്നു. ലോകത്തെ 68% ആളുകളും ലോകത്തെ ഏറ്റവും പോപ്പുലർ നേതാവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സത്യത്തിൽ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? പ്രിയൻ എന്ത് തോന്നുന്നു? മോദി വിരുദ്ധത ഇല്ലെങ്കിൽ BJP ആയിട്ടുള്ള അന്ധമായ വിരോധം, ഇതാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ നയിക്കുന്നത്. അവർക്ക് പിന്നെ ഉള്ള ഒരു ഇടത് സ്വഭാവമുണ്ട്. ആ ഇടത് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നിർമ്മിതമായിട്ടുള്ള ഒരു സ്വഭാവം. അത് പറയുമ്പോൾ അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്ക മോദിക്ക് അനുകൂലമായിട്ടുള്ള രാജ്യമൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ ട്രംപിന് ഇന്നലെ യുദ്ധം സംബന്ധിച്ച്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സംബന്ധിച്ച് മോദി ഒരു കത്തെഴുതി. അതിനകത്ത് സാധാരണഗതിയിൽ മോദി എഴുതുന്ന കത്തുകൾ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ ഉണ്ടാവരുത്. ഇല്ല, മിസ്റ്റർ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട് എന്നുള്ളത് ഉപേക്ഷിച്ചു. പക്ഷേ അമേരിക്കയിലെ ഒരു ഏജൻസി സർവേ നടത്തുമ്പോൾ അത് മോദി കാശ് കൊടുത്തിട്ടാണെന്ന് പറയരുത്. കാരണം അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഏജൻസി സർവേ നടത്തിയിട്ട് പറയുന്നു മോദിക്ക് എതിരെ അഭിപ്രായങ്ങളുണ്ട്. മോദിക്കെതിരെ കിട്ടിയിരിക്കുന്ന, മോദിയെ ഡിസപ്രൂവ് ചെയ്തിരിക്കുന്ന 26%. 68% പേർ മോദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന് പറയുന്നു. 26% മോദിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. 6% മോദിയെക്കുറിച്ച്, ഇത് രണ്ടിനെക്കുറിച്ചും ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് പറയുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ ഗൊയ് പാർവിലൻ 62%. മൂന്നാമത് വന്നിരിക്കുന്ന സൗത്ത് കൊറിയയുടെ ലീ ജെ മൈങ്. നമ്മുടെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് 55% വോട്ടുണ്ട്. ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ, നമ്മുടെ പ്രധാനപ്പെട്ട മോദിയുടെ വളരെ അടുത്ത സുഹൃത്താണ്, നമുക്ക് റഫേൽ വിമാനങ്ങൾക്ക് തരുന്ന മാക്രോണിനെ സംബന്ധിച്ച് മാക്രോണിന് കിട്ടിയിരിക്കുന്നത് 17% വോട്ടാണ്. 17% പേർക്ക് മാക്രോണിനെ ഇഷ്ടമാണ്. പക്ഷേ 75% ആളുകൾക്ക് മാക്രോണിനെ ഇഷ്ടമല്ല. മാക്രോണിനെ ഡിസപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇഷ്ടമല്ലായിരിക്കും. മാക്രോണിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവർ 75%. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക, UK, റഷ്യ, ചൈന, അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ ഒന്നും ഭരണാധികാരികൾക്ക് കിട്ടാത്ത ഒരു അംഗീകാരം അമേരിക്കൻ സ്ഥാപനം നടത്തിയിരിക്കുന്ന സർവേയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇന്ത്യയിൽ ഒരു സെമി ഫൈനലും ഒന്നുമല്ല, ഒരു 4-5 സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ, ആസാമിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ, പോണ്ടിച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിൻ്റ് അല്ലെങ്കിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഐക്കൺ എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ചിഹ്നമൊക്കെ ഉണ്ടെങ്കിലും മോദിയാണ് ഐക്കൺ. മോദിയാണ് മത്സരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് മോദിയാണ്. മോദി നയിക്കുന്ന, മോദി എന്നുള്ള 2 അക്ഷരത്തിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് നയിക്കുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ BJP അല്ലേ എന്ന് ചോദിക്കും. BJP ആണ്. പക്ഷേ BJPയിൽ ഇന്ന് മോദിയോളം പോപ്പുലാരിറ്റിയുള്ള, മോദിയോളം ജനങ്ങളെ സ്വാധീനിക്കുന്ന, മോദിയോളം ജനങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റൊരു നേതാവില്ല. അമിത്ഷായുണ്ട്, പിന്നെ നമ്മുടെ യോഗി ആദിത്യനാഥുണ്ട്. അങ്ങനെ ഒരു പെട്ടി നേതാക്കന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ തയ്യാറുള്ളവർ, ശേഷിയുള്ളവർ ക്യൂവിലുണ്ട്. അപ്പോൾ RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനമാണ് BJPയെ നയിക്കുന്നതെങ്കിൽ BJP സംഘം കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന, നമ്മൾ അപ്രതീക്ഷിതമായി നമ്മൾ വിചാരിക്കാത്ത ശേഷിയുള്ള ആളുകളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന മഹാപ്രസ്ഥാനമാണ് സംഘം. അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെ എപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നിലവിൽ മോദിയെ വെല്ലാൻ ആരുമില്ല ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇത്രയും സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വികസിത രാജ്യം, ഏറ്റവും ശക്തമായ രാജ്യത്തെ ഒരു ഏജൻസി നടത്തിയ സർവേയിൽ മോദി ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാർത്തയാണ്. അതേസമയം ചില സംഘടനകളുണ്ട്, ചില NGO, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ സൂചികയിൽ പാകിസ്ഥാനേക്കാളും 15 പോയിൻ്റ് താഴെയാണ് ഇന്ത്യ. പട്ടിണിയുടെ കാര്യത്തിൽ ബംഗ്ലാദേശിനേക്കാളും 25 പോയിൻ്റ് താഴെയാണ് ഇന്ത്യ. അവന് അരി കൊടുക്കുന്ന നമ്മൾ, അവന് വെള്ളം കൊടുക്കുന്ന നമ്മൾ, അവന് കറണ്ട് കൊടുക്കുന്ന നമ്മൾ. ഇപ്പോൾ
50,000 ടൺ ഡീസൽ ചോദിച്ചിട്ടുണ്ട്. ഡീസൽ കൊടുക്കണോ വേണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇവന്മാർ സർവേ നടത്തി പറയുന്നത് അറിയാമോ, ബംഗ്ലാദേശാണ് ഇന്ത്യയെക്കാൾ വലിയ രാജ്യം. എങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, സുഭിക്ഷതയുടെ കാര്യത്തിൽ, ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ. അവിടെ പട്ടിണിയാണ്, വിളക്ക് കത്തിക്കാൻ നിവർത്തിയില്ല. പാകിസ്ഥാനിൽ ഒരു ചാക്ക് ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് അവിടുത്തെ ലക്ഷപ്രഭുക്കളുടെ സ്വപ്നമാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഇന്ത്യയെക്കാളും വിശപ്പിൻ്റെ ഹങ്കർ ഇൻഡെക്സിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒക്കെ മുകളിലാണെന്ന് തട്ടിക്കൂട്ട് സർവേ അടക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത. എന്നാൽ ലോകത്തെ ഏറ്റവും ജനപിന്തുണയുള്ള, ജനസ്വാധീനമുള്ള നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തയേ അല്ല. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പത്രം വാങ്ങുന്ന പണം കൊടുത്തിട്ടാണ്. ഒരു പത്രവും നിങ്ങൾക്ക് സൗജന്യമായി തരുന്നില്ല, ഒരു ചാനലും നിങ്ങൾക്ക് സൗജന്യമില്ല. നിങ്ങൾ മാസം തോറും വരി അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ അവരാരും പറയുന്നില്ല. നരേന്ദ്രമോദിയുടെ പേര് എവിടെയെങ്കിലും നെഗറ്റീവായിട്ട് പരാമർശിച്ചാൽ, ഒരു കമൻറ്റ് വന്നാൽ, ഇന്ത്യയെ ഇകഴ്ത്താനുള്ള ഒരു വാർത്ത വന്നാൽ കൊണ്ടാടുന്നവർ, ഇന്ത്യയെ, ഓരോ ഇന്ത്യക്കാരനെയും അഭിമാന പുളകിതരാക്കുന്ന വാർത്തയാണ് ലോകത്തെ ഏറ്റവും ജനപ്രിയനായ നേതാവ് നരേന്ദ്രമോദിയാണെന്ന് അമേരിക്കൻ ഏജൻസിയുടെ സർവേയിൽ കണ്ടെത്തിയത്. അത് മുക്കുന്ന മാധ്യമങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് വരിസംഖ്യ പണം കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാ പത്രം വരുത്തണം? നിങ്ങൾ എന്തിന് ആ ചാനൽ കാണണം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളിങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളിത് വാങ്ങിച്ചോളാം, ഇത് കണ്ടോളാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതൊരു മൗലികമായ കാര്യമാണ്. കാരണം നമ്മുടെ കരണക്കുറ്റിക്കിട്ട് അടിക്കുന്നവരെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എളിയിലെടുത്ത് ഒക്കത്തെടുത്ത് നടക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും അപൂർവം ചിലത്, ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ കേരളം, തമിഴ്നാട്, ഇങ്ങനെ ഒരു ഹിമാചൽ പ്രദേശ് മോദി പ്രചരണം നടത്തിയ സംസ്ഥാനങ്ങൾ, പിന്നെ പഞ്ചാബ്, ഇത്രയും സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും മോദി വിജയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കർണാടകയിലേക്ക് രാഷ്ട്രീയം മോദിയുടെ കോട്ടം കൊണ്ടൊന്നുമല്ല തോറ്റത്. കർണാടകയിലെ BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിനകത്ത് BJP ഭരണമാണെങ്കിൽ പോലും ചില മന്ത്രിമാരൊക്കെ നടത്തിയിട്ടുള്ള അഴിമതികളും ഒക്കെ വന്നിട്ടാണ് അവിടെ സംഭവിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിൽ, തമിഴ്നാട്ടിൽ BJP എന്ന് പറഞ്ഞ പാർട്ടി വളരെ 2% ഉണ്ടായിരുന്ന പാർട്ടി 20% മുകളിലേക്ക് വളർന്നു. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ സർവരും പറയുന്നു കേരളത്തിൽ BJPക്ക് വലിയ സാധ്യതയാണ്. BJPക്ക് ഒരു MP ഉണ്ട്. കേരളത്തിൻ്റെ തലസ്ഥാനം ഭരിക്കുന്നത് BJPയുടെ മേയറാണ്. അങ്ങനെ BJPയുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുന്നത്. മോദി പ്രഭാവം എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയൊരു തരംഗമാണ്. ആ തരംഗം നിലനിൽക്കുന്നു എന്ന് സമ്മതിക്കാൻ മടിയുള്ളവരാണ് നരേന്ദ്രമോദിക്ക് ഒരു പുതിയ അംഗീകാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ നേതാവാണ്, ലോകത്തിൻ്റെ നേതാവാണെന്ന് വരുമ്പോൾ അത് വാർത്തയാക്കാതെ അത് മുക്കിക്കളയുകയാണ്. എനിക്കറിയാം, എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ അവരോട് പറയും, വിളിക്കുന്നവരൊക്കെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞേ വിളിക്കാവുള്ളൂ എന്ന് പറയും. കാരണം നമുക്ക് പകൽ ഷൂട്ടുണ്ടല്ലോ. വിളിക്കുന്നവരോട് ഞാൻ പറയും, വിളിക്കുന്നവരെ ഞാൻ സംസാരിക്കാറുണ്ട്. ചില ആളുകൾ തിരിച്ച് വിളിക്കാറുണ്ട്, മിസ് കോൾ കൊണ്ട് തിരിച്ച് വിളിക്കാറുണ്ട്. വിദേശത്തേക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ISD ഉപയോഗിച്ച് വിളിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ വിദേശത്ത് തന്നെ ഒരുപാട് ആളുകൾ, ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും എനിക്ക് നിത്യേന ആളുകളുടെ വിളി വരുന്നുണ്ട്. അവരൊക്കെ പറയുന്നത്, അതിൽ പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള പ്രേക്ഷകർ എന്നെ വിളിക്കാറുണ്ട്. അവർ നമ്മുടെ ചാനൽ നന്നായി ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണ്, കാരണം നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്നു, നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നു, രാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചാനൽ എന്നതിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് പ്രവാസ ജീവിതം 10, 25, 30 വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളോട് ആളുകൾക്കൊരു പരമപുച്ഛമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ത്യക്കാർ അത് ബഗ്ഗേഴ്സിനെ പോലെ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തൊക്കെ കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ മാറിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന ഒരു യശസ്, അത് ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഞങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു അഭിമാനം, ഓരോ മനുഷ്യനെയും രാഷ്ട്രീയത്തിനപ്പുറത്ത് അഭിമാനം കൊള്ളിക്കുന്ന കാര്യമാണ്. അപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയൊരു സ്വാധീനമുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഈ ഓയിലിൻ്റെ, ഗ്യാസിൻ്റെയൊക്കെ പ്രതിസന്ധി പറയുന്നില്ലേ, 20,000 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു രാജ്യമാണ് അർജൻറ്റീന. അർജൻറ്റീനയിൽ നിന്ന് 50,000 ടൺ LPG-യുമായിട്ടൊരു കപ്പൽ വരിക. ഇന്ത്യയിൽ ഒരു ചെറിയ ക്രൈസിസ് വന്നിരിക്കുന്നു അറിയുമ്പോൾ 20,000 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ളൊരു രാജ്യം നമുക്ക് LPG അയക്കുന്നു. അപ്പം നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇത്രയും വലിയ ക്രൈസിസ് വന്നു. ഇവരൊക്കെ ഗ്യാസ് ഊറ്റിയൊക്കെ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു സമരമൊക്കെ നടത്തി. രാഹുലൊക്കെ കരുതിയത് ഇന്ത്യ ഇപ്പോൾ വലിയ പ്രശ്നമാവും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഗ്യാസ് കിട്ടാതെ, പെട്രോൾ കിട്ടാതെ ഇന്ത്യ
വലിയ പ്രതിസന്ധിയിലാകും. അതോടെ നരേന്ദ്രമോദിയുടെ ഇമേജ് ഇടിയും. ഇനി ഇടിഞ്ഞാൽ തന്നെ ഗ്യാസ് കിട്ടാത്തതിന്, പെട്രോൾ കിട്ടാത്തതിന് മോദിയാണ് ഉത്തരവാദി? മോദിയാണ് യുദ്ധം തുടങ്ങിയത്? അല്ലല്ലോ. അതിൻ്റെ ഭാഗമായി ലോകത്തെല്ലാ രാജ്യം, ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്പ് തണുത്ത് പറയ്ക്കുകയാണ്. യൂറോപ്പ് തണുപ്പില്ലാതെ നിൽക്കുന്ന, മുറി ചൂടാക്കുന്ന ഹീറ്ററുകൾ പ്രവർത്തിക്കുന്നത് കറണ്ടിലും ഈ ഡീസലിലാണ്. എണ്ണയില്ലാതെ യൂറോപ്പ് വരണ്ടിരിക്കുക. അമേരിക്ക റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ എണ്ണ വാങ്ങി. ഈ കഴിഞ്ഞ മാസം വരെ, ഇന്നലെ വരെ നമ്മൾ വാങ്ങിയിരുന്നു. അവസാനം വാങ്ങിക്കൊണ്ടിരുന്നിട്ട് അവൻ ട്രംപ് പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ ഒരു മാസം മേടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറ്റിയത്? നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് നമ്മൾ കടലിൽ വെച്ച് തന്നെ അടുത്ത കപ്പൽ കയറ്റി യൂറോപ്പിൽ വിൽക്കും, നാറ്റോ രാജ്യങ്ങൾക്ക് വിൽക്കും. അവർ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എണ്ണ കപ്പലിൽ വെച്ച്, കടലിൽ വെച്ച് തന്നെ വാങ്ങിയെടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. കാരണം അവർ സന്തോഷത്തോടെ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന, യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കാരണം തങ്ങൾക്കുണ്ടാവുന്ന ദോഷം അറിയാവുന്ന രാജ്യങ്ങൾ ഇന്ത്യയെങ്കിലും മേടിച്ചിട്ട് ഞങ്ങൾക്ക് തരട്ടെ എന്ന് കരുതിയിരുന്നു. കാരണം ഒരു വലിയ ഡിപ്ലോമസിയിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന പുതിയ തന്ത്രമുണ്ട്. നമ്മൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തെ നമ്മൾ അവലംബിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ നമ്മുടെ കൂടെയാണ്. ഇറാനും കൂടെയും നമ്മളുണ്ട്. ഇറാൻ ആക്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ നമ്മളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവസരവാദപരമാണെന്ന്. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം. കാരണം പക്ഷേ ഡിപ്ലോമസി, ലോകത്ത് രാഷ്ട്രീയം ജിയോ പൊളിറ്റിക്സ് എന്നല്ലേ പറയുന്നത്, ലോകരാഷ്ട്രീയം, ഭൗമരാഷ്ട്രീയത്തിൽ നിരന്തര ശത്രുക്കളും നിരന്തര മിത്രങ്ങളും ഇല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യുക. എന്താ പറഞ്ഞാൽ 53 ലക്ഷം മെട്രിക് ടൺ നമ്മുടെ ഇന്ധനമുണ്ട്. നമ്മൾ 41 രാജ്യങ്ങളിൽ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ചൈനയിലേക്ക് പോയ ഒരു കപ്പൽ ഇറാനിൽ നിന്ന് ഡീസൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ കപ്പൽ നേരെ ചൈനയ്ക്ക് പോകുന്നില്ല, ഇന്ത്യയിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അത്തരം ഒരു ഭരണാധികാരിയെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. അത് ലോകം അംഗീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് തമസ്കരിക്കുകയാണ്. നരേന്ദ്രമോദിയാണ് 68% ലോക ജനതയുടെ അംഗീകാരം വാങ്ങി ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ, ഏറ്റവും പോപ്പുലറായ, ഏറ്റവും പ്രശസ്തരായ, ഏറ്റവും അംഗീകാരമുള്ള നേതാവായി നരേന്ദ്രമോദിയെ അമേരിക്കൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ മുക്കിയിരിക്കുന്നു എന്നുള്ളത് അതിശയകരമല്ല. കാരണം അവർ രാജ്യത്തിൻ്റെ ഗുണമുണ്ടാവുന്ന, രാജ്യത്തിന് യശസ്സുണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരാണ് നമ്മുടെ നാട്ടിലെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രവും നിങ്ങളുടെ വീട്ടിൽ വരുന്ന നിങ്ങൾ കാണുന്ന ചാനലും എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയുടെ യശസ് ലോകം അംഗീകരിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയെ ലോകം സല്യൂട്ട് ചെയ്യുന്നു. 68% ലോക ജനസംഖ്യയിൽ, അല്ലെങ്കിൽ ഈ സർവേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തവരിൽ 68% നരേന്ദ്രമോദിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവെന്ന് പറയുന്നത്. എത്ര വലിയ അഭിമാനമാണ്! ഇന്ത്യക്കാരും മാത്രമല്ല. അപ്പോൾ അഭിമാനകരമായൊരു വാർത്തയാണ്. അത് അഭിമാനത്തോടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളോട് പറയാൻ ഞങ്ങളേ ഉള്ളൂ എന്നതാണ് നമ്മുടെ മാധ്യമരംഗത്തിൻ്റെ ഒരു ദുരവസ്ഥ. ആ ദുരവസ്ഥയ്ക്ക് ഞങ്ങളാലാവുന്ന വിധത്തിൽ പരിഹാരം കാണാൻ സത്യസന്ധമായ വാർത്തകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ, രാജ്യപക്ഷത്ത് നിൽക്കുന്ന വാർത്തകൾ നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിച്ച് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ പുതിയൊരു ചാനൽ വന്നിട്ടുണ്ട്. C4 എന്ന് വെച്ചാൽ 4, C4N. സി ക്രെഡിബിലിറ്റി, വിശ്വസ്തത, അല്ലേ, സത്യസന്ധത, ക്രെഡിബിലിറ്റിയുള്ള വാർത്തകൾ. അതിനു വേണ്ടിയിട്ട് നേഷന് വേണ്ടി, N for നേഷൻ നിൽക്കുന്ന, രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചാനൽ. അത് പേര് ഇത്തിരി വിചിത്രമായിട്ടൊക്കെ ഇത് തോന്നാം. പക്ഷേ ക്രെഡിബിലിറ്റിയും നേഷനുമാണ് Cയും Nഉം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ തന്നെ പേരിട്ടാണ്. കാരണം രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്കാരനായിരിക്കുക, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക, ഇന്ത്യയിൽ തന്നെ മരിച്ചു വീഴുക എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യ ലൈവിൻ്റെ പിന്നിലുള്ളത്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇന്ന് തന്നെ അത് ചെയ്യണം. ഒപ്പം C4N എന്നുള്ള ചാനൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യം ഇപ്പോഴാണ്. ആ ചാനൽ നിങ്ങൾ C4N മലയാളം, C4N മലയാളം എന്നാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര്. അതുകൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്തെടുത്ത് സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചും സഹായിക്കണം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ C4Nലായിരിക്കും.